പ്രിയമുള്ളവരെ, വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള കെ സുരേന്ദ്രൻജിയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ കേരളത്തിന്റെ പുത്രനായ, വയനാടിന്റെ പുത്രനായ സുരേന്ദ്രൻജി ഈ നാട്ടിലെ വോട്ടർമാരെ കണ്ട് വോട്ടർ അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി ഈ വേദിയിൽ എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തെ ഈ വേദിയിൽ ഈ അവസരത്തിൽ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി ഞാൻ സാദരം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട വോട്ടർമാരെ, സുഹൃത്തുക്കളെ, നല്ലവരായ നാട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നുള്ള ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്ക് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ താമര അടയാളത്തിൽ രേഖപ്പെടുത്തി നമ്മുടെ ആരാധ്യനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ നിങ്ങളെല്ലാവരും എന്നെ വിജയിപ്പിക്കണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുകയാണ്. വയനാട് പാർലമെന്റ് മണ്ഡലം നേരിടുന്ന വികസന പ്രശ്നങ്ങൾ നിരവധിയാണ്. ആ വികസന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഇന്നേ വരെ ഇവിടുന്ന് MP ആയി പോയ ഒരാളും ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. പാർലമെന്റിൽ വയനാടിന്റെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനോ വയനാട്ടിലെ ജനങ്ങൾ നേരിടുന്ന ജീവൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനോ MP-മാർ ശ്രമിക്കുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ള ഒരു കാര്യമാണ്. സംസ്ഥാന ഗവൺമെന്റുകളുടെ കുറ്റകരമായ അനാസ്ഥയും MP-മാരുടെ നിസ്സഹകരണവും കാരണം ആയിരക്കണക്കിന് പ്രശ്നങ്ങളാണ് വയനാട് ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷം മുമ്പ് കോൺഗ്രസിന്റെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയെ വയനാട്ടുകാർ വലിയ പിന്തുണ നൽകി അദ്ദേഹത്തെ ഇവിടുന്ന് പാർലമെന്റിലേക്ക് അയച്ചു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടി ജയിച്ച മണ്ഡലമാണ് രാഹുൽ ഗാന്ധിയുടെ. പക്ഷെ രാഹുൽ ഗാന്ധി ഇത്രയും വലിയ സ്നേഹവും പിന്തുണയും വയനാട്ടുകാർ അദ്ദേഹം നൽകിയിട്ടും അദ്ദേഹം വയനാട്ടുകാരെ പൂർണ്ണമായിട്ടും വഞ്ചിക്കുകയായിരുന്നു. വയനാടിന്റെ പ്രശ്നങ്ങളൊന്നും ഏറ്റെടുക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറായില്ല. വയനാട്ടുകാരെ കാണാൻ പോലും രാഹുൽ ഗാന്ധി വന്നില്ല. രാഹുൽ ഗാന്ധിയെ പോലെ ഇത്രയും നിരുത്തരവാദപരമായി ഇന്ത്യൻ പാർലമെന്റിൽ പെരുമാറിയ ഒരു MP-യും ഇല്ല. വയനാട്ടുകാരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനാണല്ലോ അദ്ദേഹത്തെ പാർലമെന്റിലേക്ക് അയച്ചത്. വയനാട്ടുകാർക്ക് ദുരിതമുണ്ടാകുമ്പോൾ അവിടെ ഇടപെടാൻ ഒരു MP എന്നുള്ള നിലയിൽ അദ്ദേഹം ശ്രമിക്കണമായിരുന്നു. അദ്ദേഹം വേറെ പല തിരക്കുകളിലുമാണ്. ഇന്ത്യയിൽ തന്നെ അദ്ദേഹം കുറവാണ്. അങ്ങനെയുള്ള ഒരു MP-ക്ക് ഇത്രയധികം ഭൂരിപക്ഷം വോട്ടർമാർ നൽകിയിട്ടും വയനാട്ടുകാരെ മറന്ന, വയനാട്ടുകാരെ വഞ്ചിച്ച അദ്ദേഹം ഇപ്പോൾ വീണ്ടും വയനാട്ടുകാരെ വഞ്ചിക്കുകയാണ്. അദ്ദേഹം അമേഠിയിൽ നിന്ന് മത്സരിക്കുന്നു എന്നാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. പക്ഷേ ഏപ്രിൽ 26 വരെ അദ്ദേഹം അത് പ്രഖ്യാപിക്കുന്നില്ല. മെയ് 3-ാം തീയതിയാണ് അവിടെ നാമനിർദ്ദേശ പത്രിക കൊടുക്കാനുള്ള അവസാന തീയതി. ഇപ്പൊ വയനാട്ടുകാരുടെ വോട്ടൊക്കെ പെട്ടിയിലാക്കിയതിനു ശേഷം അദ്ദേഹം അമേഠിയിൽ നിന്ന് മത്സരിക്കുന്നു എന്നാണ് പറയുന്നത്. നോക്കൂ, നിങ്ങൾ കഴിഞ്ഞ ദിവസം നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ അദ്ദേഹം ഇവിടെ വന്നപ്പോൾ പറഞ്ഞത് വയനാട് എൻ്റെ ഫാമിലിയാണെന്നാണ്, എൻ്റെ കുടുംബമാണ് വയനാട്. ആഴ്ചക്കാഴ്ചക്ക് ആരെങ്കിലും കുടുംബത്തെ മാറ്റുമോ? 50 കൊല്ലം നെഹ്റു കുടുംബം പറഞ്ഞത് അമേഠി ഞങ്ങളുടെ കുടുംബമാണെന്നാണ്. പക്ഷെ അവിടെ ജയിക്കില്ലെന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം വയനാട്ടിലേക്ക് വന്നു. എന്നിട്ട് വയനാട്ടുകാരോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ കുടുംബമാണ്, മക്കളാണ്, അമ്മയാണ്. പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും പോയി മത്സരിക്കണം എന്നാണ് പറയുന്നത്. ഇത്രയും ഇരട്ടത്താപ്പും വഞ്ചനയും എന്ത് കാണിക്കാൻ മാത്രം വയനാട്ടുകാർ എന്ത് തെറ്റാണ് ചെയ്തത്? വയനാട്ടിൽ മഹാപ്രളയം ഉണ്ടായി. ഇപ്പോഴും 10-12 പേരുടെ ജീവൻ, അവരുടെ മൃതദേഹങ്ങൾ പോലും നമുക്ക് കിട്ടിയിട്ടില്ല. എന്ത് ചെയ്തു വയനാട്ടിൽ രാഹുൽ ഗാന്ധി? വയനാട്ടിൽ കോവിഡ് കാലത്ത് രാഹുൽ ഗാന്ധി എന്ത് ചെയ്തു? ഞാൻ കോൺഗ്രസിന്റെ ഈ ലീഗിന്റെ ആൾക്കാരോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ രാഷ്ട്രീയം പറയുകയല്ല. നമ്മുടെ വികസന പ്രശ്നങ്ങളിൽ അദ്ദേഹം എന്താണ് ചെയ്തത്? അദ്ദേഹം എത്ര കഴിവുള്ള ആളാണ്, ലോകം മുഴുവൻ ബന്ധങ്ങളുള്ള ആളാണ്.
വയനാട്ടിലെ 10 ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റ് ഒരു MP എന്നുള്ള നിലയിൽ അദ്ദേഹം 5 കൊല്ലമായിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടോ? വയനാട് ടൂറിസത്തിന് പേരുകെട്ട സ്ഥലമാണ്. ഇന്ത്യയിൽ തന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസം ഹബ്ബാണ്. രാഹുൽ ഗാന്ധിയുടെ സംഭാവന എന്താണ്? കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് ഒരു 25 ആളുകൾക്ക് തൊഴിൽ കൊടുക്കാനുള്ള ഒരു സംരംഭം സ്വന്തം മണ്ഡലത്തിൽ കൊണ്ടുവന്നു എന്ന് അവകാശപ്പെടാൻ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിക്ക് സാധിക്കുമോ? ഇവിടെ വനം വന്യജീവി പ്രശ്നം വന്നു. നമ്മുടെ മണ്ഡലത്തിൽ കുറെ അധികം സ്ഥലങ്ങൾ വനമേഖലയോട് ചേർന്നാണ്. രാഹുൽ ഗാന്ധി ഇന്നേ വരെ വന്യജീവികളുടെ പ്രശ്നത്തിൽ ഇടപെടാൻ കേന്ദ്ര വനം മന്ത്രിയെ കണ്ടിട്ടുണ്ടോ? ഒരു നിവേദനം കൊടുത്തിട്ടുണ്ടോ? ഈ പ്രശ്നത്തിൽ ഇടപെടണമെന്ന് അദ്ദേഹം പാർലമെന്റിൽ ഉന്നയിച്ചിട്ടുണ്ടോ? എത്രയോ പ്രതിപക്ഷ MPമാര് ഇതുപോലുള്ള പ്രശ്നങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കുന്നുണ്ട്. നമ്മുടെ മലപ്പുറത്തെ MP E.T. മുഹമ്മദ് ബഷീർ ഇപ്പൊ മത്സരിക്കുന്ന ആള്, അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത് മത്സരിക്കുന്ന അത് പ്രതിപക്ഷ MP-യാണ്. പക്ഷെ എത്ര തവണ അവരൊക്കെ മന്ത്രിമാരെ കടന്നു. രാഹുൽ ഗാന്ധി ഏതെങ്കിലും ഒരു കേന്ദ്രമന്ത്രിയെ കണ്ട് ഒരാവശ്യം ഇന്നേ വരെ ഉന്നയിച്ചിട്ടുണ്ടോ? ഞങ്ങൾ ചോദിക്കുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾ നാട്ടുകാർ പറയണം. വയനാട് പാർലമെന്റ് മണ്ഡലത്തിന് തീവണ്ടിയില്ല, റെയിൽവേ ഇല്ല. സ്വാതന്ത്ര്യത്തിന് മുമ്പ് തറക്കല്ലിട്ട പദ്ധതിയാണ് നഞ്ചങ്കോട് നിലമ്പൂർ റെയിൽപാത. വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ MP ആയ രാഹുൽ ഗാന്ധി, പ്രിയപ്പെട്ടവരെ, നഞ്ചങ്കോട് നിലമ്പൂർ റെയിൽപാത നടപ്പാക്കാൻ ഒരു റെയിൽവേ മന്ത്രിയെ ഇന്നേ വരെ കണ്ടിട്ടുണ്ടോ? പിന്നെ എന്തിനാണ് ഒരു MP നിങ്ങൾ അയച്ചത്? സുഹൃത്തുക്കളെ, ഇത്രയും ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരു MP, ഇത്രയും ഫെയിൽഡ് ആയിട്ടുള്ള ഒരു MP, ഇത്രയും ജനങ്ങളെ വഞ്ചിച്ച ഒരു MP, ആ MPക്കാണ് നമ്മൾ ഇത്രയും സ്നേഹം കൊടുത്തത്. പിന്നെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയുണ്ട്, നമ്മുടെ ബഹുമാനപ്പെട്ട നേതാവാണ്. രണ്ടുപേരും ഒരേ മുന്നണിയുടെ നേതാക്കളാണ്. നിങ്ങൾ ഇന്നേ വരെ കേട്ടിട്ടുണ്ടോ എതിർ സ്ഥാനാർത്ഥി മറ്റേ സ്ഥാനാർത്ഥിയോട് ഇങ്ങോട്ട് വരണ്ട, നമ്മൾ സുഹൃത്തുക്കളാണ്? ശ്രീമതി ആനി രാജയുടെ ഭർത്താവ് രാജ ഡൽഹിയിൽ റാലി നടത്തിയിട്ട് പ്രഖ്യാപിക്കുകയാണ് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കണം. ഭാര്യ ഇവിടെ പറയുകയാണ് രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കണം. എന്തിനാണ് ഈ രണ്ടുപേരും മത്സരിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, രണ്ടുപേരും മത്സരിച്ചാലും ജയിച്ചാലും അവർ പ്രതിപക്ഷത്തിരിക്കുന്നവരാണ്. വയനാടിന് ഇന്ന് ആവശ്യം സർക്കാരിന്റെ പിന്തുണയോടുകൂടി വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്ന ഒരു ജനപ്രതിനിധിയാണ്. അതുകൊണ്ടാണ് NDA മത്സരിക്കുന്നത്. വയനാട്ടിൽ സ്ഥിരമായിട്ടൊരു MP വേണം. ഇങ്ങനെ വല്ലപ്പോഴും വന്നു പോകുന്ന MPമാരെ കൊണ്ട് ഇവിടെ വികസനം സാധ്യമാവില്ല. സ്ഥിരമായ ഒരു MP വേണം. ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു MP വേണം എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ നിങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. നിങ്ങളെല്ലാവരും ഞങ്ങളെ വിജയിപ്പിച്ചാൽ തീർച്ചയായിട്ടും സ്ഥിരമായി വയനാടിന്റെ ജനപ്രതിനിധിയായി ഈ നാട്ടിലെ പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ 24 മണിക്കൂറും സദാസമയവും കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഒരിക്കൽ കൂടി ഇവിടെ നൽകിയ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. വന്ദേ മാതരം.